അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ നീയല്ലോ ശരീരങ്ങൾ കുയിർപ്പേകുന്നു നീ തന്നെ ആത്മാവിനു രക്ഷയേകുന്നു അഖില ലോക നായക വാഴ്ത്തിടുന്നു ഞങ്ങൾ ഈശോനാഥ പുകഴ്ത്തിടുന്നു ഞങ്ങൾ. പൂർണ്ണമായി ഈശോയിൽ ആശ്രയിക്കുക, ഈശോയെ വാഴ്ത്തുക, ഈശോയെ അറിയുക. സത്യം അറിഞ്ഞാൽ മാത്രമേ ഈശോയെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഈശോ ഒരു ശിക്ഷിക്കുന്ന ദൈവമാണെന്നും ശപിക്കുന്ന ദൈവമാണെന്നും നമുക്ക് ശാപമുണ്ടാകുമെന്നും കോപമുണ്ടാകുമെന്നും വിചാരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈശോയെ സ്നേഹിക്കാൻ പറ്റില്ല. മറിച്ച് ഈശോ ശാപത്തിൽ നിന്നും കോപത്തിൽ നിന്നും സകലത്തിൽ നിന്നും തൻ്റെ സ്നേഹം കൊണ്ട് രക്ഷിച്ച് നമ്മളെ തോളിലേറ്റി സ്വർഗത്തിൽ കൊണ്ടുപോകുന്നൊരു ദൈവമാണ്. ഈശോ പറഞ്ഞു, അന്ത്യത്താഴത്തിൽ എന്നിൽ വിശ്വസിക്കുക. അത് മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ ഹൃദയം ഒന്നുകൊണ്ടും അസ്വസ്ഥമാകേണ്ട. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ ഞാൻ വീണ്ടും വരും. ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ. അതാണ് ഞാനായിരിക്കുന്നത്. എവിടെയാ? പിതാവിൻ്റെ വലതുഭാഗത്ത്, പിതാവിനോടൊപ്പം. ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ വിശ്വസിക്കുക. ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കാൻ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകുന്നവരാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ ഈ ജീവിതധാരയിൽ. ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദേശം സ്വന്തമാക്കുവിൻ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നമുക്ക് ശാന്തമായിട്ടൊന്നിരിക്കാം. ഇരുന്നോളൂ, സിറ്റ് ഡൗൺ. എന്നിട്ട് നമ്മളൊന്നും പ്രാർത്ഥിക്കാതെ ഈശോയിൽ വിശ്വസിക്കുക. വിശ്വസിക്കുമ്പോൾ ഇങ്ങനെ വിശ്വസിക്കണം: ഈശോയെ, എനിക്ക് വേണ്ടതെല്ലാം നീ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപം അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ രൂപാന്തരപ്പെടുത്തണമേ. എന്നെ പുതിയ വീഞ്ഞാക്കി മാറ്റണമേ. എന്നിലുള്ള പഴയ സ്വഭാവങ്ങളെല്ലാം ഉരുക്കി വാർത്ത് പൗലോസ് സാവൂളിനെ പൗലോസാക്കി, സമരിയാക്കാരിയെ രൂപാന്തരപ്പെടുത്തി പുതിയ സൃഷ്ടിയാക്കി, കല്ലെറിയാൻ വന്ന ഫരിസേയരെ രൂപാന്തരപ്പെടുത്തി. പുതിയ സൃഷ്ടിയാവുക എന്നതാണ് സർവപ്രധാനം. അല്പസമയം ഞാൻ ഇനി സംസാരിക്കില്ല, സൈലൻസിന് വേണ്ടിയാണ്. ഈ നിശബ്ദതയിൽ ദൈവം സംസാരിക്കുന്നത്, ഈശോ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുക. കുറച്ച് സമയം മൗനമായിരിക്കുമ്പോൾ ഈശോയെ, എന്നോട് സംസാരിക്കണേ. നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവിലൂടെ ഈശോ എല്ലാം മാറ്റിത്തരും.